നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുന്നത് ഒരേപോലെയാണ്, ഒരു വലിയ കരച്ചിലോടെ. സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളായിട്ടിരുന്ന അവസാനത്തെ നിമിഷവും അതായിരിക്കും. കാരണം ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മളുടെ ട്രെയിനിങ് തുടങ്ങുകയാണ്. അടങ്ങിയിരിക്കുന്ന കുട്ടിയെ എല്ലാവരും പുകഴ്ത്തും, ബഹളമുണ്ടാക്കുന്ന ഒരു പ്രശ്നക്കാരനാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കുട്ടിയെ നമ്മൾ നല്ല കുട്ടി എന്ന് വിളിക്കും. ശരിക്കും ആ വലിയ തട്ടിപ്പ് തുടങ്ങുന്നത് അവിടെയാണ്. പിന്നീട് സ്കൂളിലോ ഓഫീസിലോ ഒന്നുമല്ല, ആ വീടിനുള്ളിൽ വെച്ച് തന്നെ അത് തുടങ്ങുകയാണ്. സ്നേഹം കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് നമ്മൾ അവിടെ പഠിക്കും. അംഗീകാരം എന്നത് നമ്മൾ പണിയെടുത്ത് നേടിയെടുക്കേണ്ട ഒന്നാണെന്ന് തിരിച്ചറിയുന്നു. അത് നേടിയെടുക്കാനുള്ള വഴി നമ്മളായിരിക്കുക എന്നതല്ല, പകരം മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളായി മാറുക എന്നാണ്. അത് നന്നാവാനുള്ള ട്രെയിനിങ് ഒന്നുമല്ല, കീഴ്പ്പെടാനുള്ള ട്രെയിനിങ് ആണ്. ആ പാതയിലൂടെ അവസാനം വരെ പോയാൽ നിങ്ങളൊരു പ്രത്യേക സ്ഥലത്തെത്തും. നിങ്ങൾക്ക് ജോലി ഉണ്ടാകും, സൊസൈറ്റിയിൽ നല്ല പേരുണ്ടാകും. പക്ഷെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരു അപരിചിതനായി മാറിയിട്ടുണ്ടാകും. അതാണ് ഈ മോഡേൺ സൊസൈറ്റി നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളം. എല്ലാവരെയും അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ വിജയിക്കും എന്ന വലിയ കള്ളം. ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഈ നിയമങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഭക്ഷണം കഴിക്കുക, ചുമരിൽ കുത്തി വരയ്ക്കരുത്, തിരിച്ചൊന്നും പറയരുത്, പറഞ്ഞതുപോലെ ചെയ്യുക. പക്ഷേ ഈ കൊച്ചു കൊച്ചു നിയമങ്ങൾക്കപ്പുറം വലിയൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. നിങ്ങളുടെ മനസ്സ് പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നന്നായി പെരുമാറുമ്പോൾ അവർ നൽകുന്ന പുഞ്ചിരി, അനുസരിക്കാതിരിക്കുമ്പോൾ അവർ നൽകുന്ന ആ നിരാശ കലർന്ന നോട്ടം, വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ശിക്ഷകൾ, ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു പാഠമാണ്. നിങ്ങളുടെ മൂല്യം ഇരിക്കുന്നത് നമ്മൾ എത്രത്തോളം ഈ സിസ്റ്റത്തിന് അനുയോജ്യനാണ് എന്നതിലാണ്. നിങ്ങളുടെ കൗതുകത്തിനോ ക്രിയേറ്റിവിറ്റിക്കോ അവിടെ സ്ഥാനമില്ല. നിങ്ങൾ എത്രത്തോളം അനുസരണയുള്ളവനാണ് എന്നത് മാത്രമാണ് അളവ്. പിന്നീട് സ്കൂൾ വരുന്നു. അവിടെ ഈ ട്രെയിനിങ് ഔദ്യോഗികമായി മാറുന്നു. സംസാരിക്കുന്നതിന് മുൻപേ കൈപൊക്കുക, ടോയ്ലറ്റിൽ പോകാൻ അനുവാദം ചോദിക്കുക, ഭക്ഷണം കഴിക്കാൻ ബെല്ലടിക്കുന്നത് വരെ കാത്തു നിൽക്കുക, കാണാപ്പാഠം പഠിക്കുക, അത് വീണ്ടും വിളിച്ചു പറയുക. ഇതിനെയാണ് അവർ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇതൊരു പരുവപ്പെടുത്തലാണ്. കാരണം സ്കൂളിൽ എന്തിനാണ് അംഗീകാരം കിട്ടുന്നത്? കൗതുകത്തിനല്ല, മറിച്ച് കീഴ്പ്പെടലിനാണ്. ക്രിയേറ്റിവിറ്റിക്കല്ല, കാണാപ്പാഠം പഠിക്കുന്നതിനാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിനല്ല, എല്ലാവരെയും പോലെ യൂണിഫോം ഇട്ടിരിക്കുന്നതിനാണ്. ഒരു വലിയ സിസ്റ്റത്തിലെ മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയ പാട്ട് മാത്രമായി നിങ്ങൾ മാറുകയാണ്. കൗമാരപ്രായമാകുമ്പോൾ കാര്യങ്ങൾ ഇതിലും മോശമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളും ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ കൂടെയുണ്ടാകും. നിങ്ങൾ എന്തുടുക്കണം, എങ്ങനെ സംസാരിക്കണം, ഏത് മ്യൂസിക് ഇഷ്ടപ്പെടണം, എല്ലാവരെയും പോലെ ആകുന്നത് ഒരു അതിജീവനമായി മാറും. വ്യത്യസ്തനാകുന്നത് ഒരു അപകടമായും തോന്നിത്തുടങ്ങും. അതോടെ ഈ സിസ്റ്റത്തിന്റെ പണി നിങ്ങൾ തന്നെ ഏറ്റെടുക്കും. നിങ്ങൾ നിശബ്ദരാകും, സ്വഭാവം മാറ്റും. കാരണം നിങ്ങൾ വളരെ നേരത്തെ തന്നെ ആ പാഠം പഠിച്ചു കഴിഞ്ഞു. നിങ്ങളായിരിക്കുന്നത് അപകടമാണ്, എല്ലാവരെയും പോലെ ആകുന്നതാണ് സേഫ്. പിന്നീട് കോളേജ് വരുന്നു. ഇതൊരു സ്വാതന്ത്ര്യമാണ് എന്ന രീതിയിലാണ് അവർ ഇത് വിറ്റ് കാശാക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഓപ്ഷനുകളൊക്കെ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തവയാണ്. നിങ്ങളെ സ്മാർട്ടായ ഒരാളാക്കുക എന്നതല്ല, പകരം ഈ സിസ്റ്റത്തിന് ഉപകാരമുള്ള ഒരു ഫങ്ഷണൽ പാർട്ടാക്കി മാറ്റുക എന്നതാണ് അവിടുത്തെ ലക്ഷ്യം. ഇനി അഥവാ ഈ സിസ്റ്റം നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ലെങ്കിലോ, അപ്പോഴും അതിന്റെ കുറ്റം നിങ്ങളുടെ തലയിലായിരിക്കും. സിസ്റ്റത്തിന്റെ കുഴപ്പങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ തോൽവിയാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കും. അടുത്തത് ജോലിയാണ്. ആ കള്ളം അതിന്റെ ഫുൾ ഫോമിലെത്തുന്നത് ഇവിടെയാണ്. 40 വർഷത്തെ കഠിനാധ്വാനം,
ഇതിനെല്ലാം പകരമായി അവർ നൽകുന്ന വാഗ്ദാനം, എന്നെങ്കിലും ഒരിക്കൽ റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കാമെന്ന കള്ളം. പതുക്കെ നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ ജോലിയുമായി ഒട്ടിച്ചേരും. നിങ്ങൾ വെറും ഒരു ഔട്ട്പുട്ട് നൽകുന്ന മെഷീൻ മാത്രമായി മാറും. ഈ ഓട്ടത്തിനിടയിൽ ഉള്ളിലൊരു ശൂന്യത തോന്നുമ്പോൾ അതിനും ഈ സിസ്റ്റത്തിന്റെ കയ്യിൽ മരുന്നുണ്ട്. കൺസ്യൂമറിസം. ഓരോ പർച്ചേസിലൂടെയും ആ ശൂന്യത മാറ്റാൻ അവർ നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ നിങ്ങളുടെ സങ്കടവും അവർക്ക് ലാഭമുണ്ടാക്കുന്ന ഒന്നായി മാറും. സമാധാനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ പണിയെടുക്കും. വീണ്ടും പണിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ആ സമാധാനം വാങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു ചങ്ങലയല്ല, ക്രെഡിറ്റ് കാർഡുകളും കുറച്ച് ഡോപ്പമീനും ചേർത്തൊരുക്കിയ ഒരു മാന്ത്രിക വലയാണ്. ഇപ്പോൾ ഈ സിസ്റ്റം കുറച്ചുകൂടി സ്മാർട്ടായിട്ടുണ്ട്. പഴയതുപോലെ അധ്യാപകരോ ബോസുമാരോ മാതാപിതാക്കളോ ഒന്നും വേണ്ട. പകരം ഇപ്പോഴത്തെ താരം അൽഗോരിതങ്ങളാണ്. സോഷ്യൽ മീഡിയ ഒരു വലിയ സ്വാതന്ത്ര്യമാണെന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ വ്യക്തിത്വം തെളിയിക്കാനും മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുമുള്ള ഒരിടം. പക്ഷെ ഈ അൽഗോരിതത്തിന് നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവത്തിൽ ഒരു താല്പര്യവുമില്ല. അതിനു വേണ്ടത് നിങ്ങളെ എങ്ങനെ ആ സ്ക്രീനിൽ തളച്ചിടാം, എങ്ങനെ നിങ്ങളെ കൊണ്ട് കൂടുതൽ കൺസ്യൂം ചെയ്യിക്കാം എന്നത് മാത്രമാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിച്ചു തരിക മാത്രമല്ല ഈ അൽഗോരിതങ്ങൾ ചെയ്യുന്നത്. പകരം നിങ്ങളുടെ ഇഷ്ടങ്ങളെ അത് മാറ്റി എഴുതുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറുന്നു, നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകുന്നു. ഒടുവിൽ നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് പോലും അറിയാത്തൊരവസ്ഥ വരും. കണ്ട് ശീലിച്ച കാര്യങ്ങൾ മാത്രമാകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഇതാണ് ഈ ട്രെയിനിങ്ങിന്റെ അവസാന ഘട്ടം. നിങ്ങൾ നിങ്ങളുടെ തന്നെ തടവറയിലെ കാവൽക്കാരനായി മാറുക. നിങ്ങളെ നിശബ്ദനാക്കാൻ ഇനി ആര് വരേണ്ടതില്ല, നിങ്ങൾ തന്നെ അത് ചെയ്തുകൊള്ളൂ. നിങ്ങളുടെ കഴിവിനെയും സ്വപ്നങ്ങളെയും നിങ്ങൾ തന്നെ തള്ളിക്കളയും. ഇതെല്ലാം നിങ്ങൾ സ്വതന്ത്രമായി ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കരുതും. ഞാൻ റിയലിസ്റ്റിക് ആയതാണ്, ഈ പുതിയ കാലത്തിനൊപ്പം മാറുന്നതാണ് എന്നൊക്കെ നിങ്ങൾ സ്വയം വിശ്വസിക്കും. പക്ഷേ സത്യം ഇതിലും ഭീകരമാണ്. ആ കള്ളം നിങ്ങളുടെ ഉള്ളിൽ അത്രയധികം അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. അത് വെറും ഒരു കള്ളമാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി പോലും നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവസാനം ആ വാഗ്ദാനം വരുന്നു, റിട്ടയർമെന്റ്. പക്ഷെ സത്യം പറഞ്ഞാൽ പലർക്കും റിട്ടയർമെന്റ് ഒരു സ്വാതന്ത്ര്യമായി തോന്നാറില്ല, മറിച്ചൊരു തകർച്ചയായാണ് അനുഭവപ്പെടുക. കാരണം നിങ്ങളുടെ ഐഡന്റിറ്റി മുഴുവൻ പടുത്തുയർത്തിയത് നിങ്ങളുടെ ജോലിയെ ചുറ്റിയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് ഇനി നിങ്ങളുടെ അധ്വാനം വേണ്ട എന്ന് വരുമ്പോൾ പിന്നെ നിങ്ങൾ ആരാണ്? അവിടെയാണ് ട്രാജഡി. അവർ പണിയെടുത്തു എന്നതല്ല, മറിച്ച് കാത്തിരുന്നു എന്നതാണ് പ്രശ്നം. വീക്കെൻഡിനും അവധിക്കുമായി കാത്തിരുന്ന് സ്വന്തം ജീവിതം തന്നെ അവർക്ക് നഷ്ടമായി. ഇതിലെ ഏറ്റവും ക്രൂരമായ ഭാഗം ഇതാണ്. ജീവിതം പിന്നീട് മതിയെന്ന് നിങ്ങളെ അവർ പഠിപ്പിക്കുന്നു. പക്ഷേ പിന്നീടൊന്നൊന്ന് ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. മരണം മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം അധ്വാനിച്ചു എന്നതല്ല, നിങ്ങൾ ശരിക്കും ജീവിച്ചോ എന്നത് മാത്രമാണ് പ്രസക്തമാകുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? എല്ലാം ഉപേക്ഷിച്ചോടണമെന്നല്ല, മറിച്ച് ഇത് തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പടി. പ്രൊഡക്ടിവിറ്റി എന്നാൽ നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല. സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് സ്വാതന്ത്ര്യമല്ലെന്നും മനസ്സിലാക്കുക. യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലാം നേടിക്കഴിഞ്ഞ് അവസാനം എവിടെയോ ഇരിക്കുന്ന ഒന്നല്ല. അത് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളിലാണ്. നിങ്ങളുടെ അധ്വാനവും സമയവും ഒക്കെ ഈ സിസ്റ്റം നിയന്ത്രിച്ചേക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ അവർക്ക് തൊടാൻ കഴിയില്ല. അത് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുന്നത് വരെ. നാളെ എന്ന വാഗ്ദാനത്തിലാണ് ഈ കള്ളം നിങ്ങളെ തളച്ചിടാൻ ആഗ്രഹിക്കുന്നത്. മറ്റാരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതുക. ആരും നിങ്ങൾക്ക് ഇതിനൊരു പ്രതിഫലവും തരുന്നില്ല. ആരും നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ആരോടും നിങ്ങൾക്കൊന്നും തെളിയിക്കാനുമില്ല. എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം നിങ്ങൾ അപ്പോഴും തിരഞ്ഞെടുക്കുമോ?